ആവശ്യപ്പെടുമ്പോഴും അപേക്ഷിക്കുമ്പോഴും നമ്മൾ ദയവായി എന്ന വാക്ക് ഉപയോഗിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ എക്കിട്ടം വന്ന് വെള്ളം ആവശ്യമായി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വെള്ളം കൊണ്ടുവാ എന്ന് ആജ്ഞാപിക്കരുത്. എളിമയോടെ കുറച്ചു വെള്ളം ചോദിക്കണം. ദയവ് ചെയ്ത് കുറച്ചു വെള്ളം തരാമോ എന്ന് ചോദിക്കണം. എപ്പോഴും തരുന്നവരോട് നന്ദി പറയണം. നന്ദി ഗോപാൽ. ആരെങ്കിലും നമ്മെ സഹായിക്കുമ്പോഴോ എന്തെങ്കിലും തരുമ്പോഴോ നാം നന്ദി എന്ന് പറയുന്നു. ഇത് നമ്മുടെ തൃപ്തി രേഖപ്പെടുത്താനാണ്. അവരുടെ സൗഹൃദത്തിനോ സഹായത്തിനോ നമുക്ക് നന്ദിയുണ്ടെന്ന് അറിയിക്കാനാണ് ഇത് ചെയ്യുന്നത്. നമ്മേക്കാൾ ചെറിയ പ്രായമുള്ളവരോടും വേലക്കാരോടും പോസ്റ്റ്മാനോടും എല്ലാം നമുക്ക് നന്ദി പറയാം. ഒരാൾ തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ആരംഭിക്കുക. എക്സ്ക്യൂസ് മീ സർ. നിങ്ങളുടെ അച്ഛനമ്മമാർ വളരെ ഗൗരവമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് ഉടനെ എന്തെങ്കിലും പറയണം എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എക്സ്ക്യൂസ് മീ പ്ലീസ് പറഞ്ഞതിന് ശേഷം അവർ നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക. മുതിർന്നവരെയും അധ്യാപകരെയും ഗുഡ് മോർണിംഗ് പറഞ്ഞ് അഭിവാദ്യം ചെയ്യുക. ഗുഡ് മോർണിംഗ് അങ്കിൾ. പകലും രാത്രിയും നമ്മൾ സന്തോഷമായിരിക്കണമെന്നും നടക്കുന്നതെല്ലാം നന്നായി വരണമെന്നും ദിവസവും ഇതുപോലെ തന്നെ നമുക്കും മറ്റുള്ളവർക്കും നടക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദിവസത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നു. അതുകൊണ്ട് മറ്റുള്ളവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്നത് വളരെ നല്ല സ്വഭാവമാണ്.